ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സെയ്ദ് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ലു അജ്രിഹി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്വായിം ഷൈഅ. ഇമാം തിർമിദിയും ഇബ്നു മാജയും എല്ലാം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ മറ്റൊരാൾക്ക് അയാളുടെ നോമ്പ് തുറന്നു കൊടുത്താൽ, ഇഫ്താർ നടത്തിയാൽ, രണ്ടാമത്തെ ആളുടെ നോമ്പിൻ്റെ പ്രതിഫലവും കൂടി ഇദ്ദേഹത്തിന് ലഭിക്കുന്നതാണ്. മറ്റൊരാളുടെ നോമ്പിനും പ്രതിഫലത്തിനൊട്ടും കുറവില്ലെങ്കിൽ പോലും രണ്ടാമത്തെ ആളിൻ്റെ നോമ്പിൻ്റെ പ്രതിഫലം നോമ്പ് മുറിച്ചു കൊടുത്ത ആൾക്കും കൂടി ലഭിക്കുന്നതാണ് എന്നാണ് ഹദീസിൻ്റെ ആശയം. നമ്മൾ റമദാനിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇഫ്താർ പാർട്ടികളാണ്. അതിൻ്റെ പ്രധാന ആശയം തന്നെ ഈ പറഞ്ഞതുപോലെ പുണ്യങ്ങൾ വാരിക്കൂട്ടുക എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. പുണ്യം എന്ന് വെച്ചാൽ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിശദീകരിക്കുന്നത് കാണാം. സൂറ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖ് വൽ മഗ്രിബ്. കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിഞ്ഞ് നോക്കുന്നതല്ല ബിർറ്, പുണ്യമെന്നത്. വലാകിന്നൽ ബിർറ, പുണ്യമെന്നാൽ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികത്തി വൽ കിതാബി വൻ നബിയീൻ. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുകയും മലക്കുകളിലും കിതാബിലും നബിയിലും വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ്. അതായത് നമ്മൾ ഈമാൻ കാര്യങ്ങളെന്ന് പറയുന്ന അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം എടുത്ത് പറയുന്നു. പിന്നീട് പറയുന്നത് വഅതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ. സമ്പത്തിനോട് നമുക്ക് താല്പര്യമുണ്ടായിട്ടും ഇഷ്ടമുണ്ടായിട്ട് പോലും കുടുംബക്കാർക്ക് ആ സമ്പത്ത് നൽകുക എന്നതാണ് പുണ്യം. വൽ യതാമ, യതീമുകൾക്കും, വൽ മസാക്കീൻ, മിസ്കീങ്ങൾക്കും നൽകുക, വബ്നി സബീൽ, വഴിയാത്രക്കാരെന്നുള്ള അർത്ഥവുമുണ്ട്, അതിഥികളെന്നുള്ള അർത്ഥവുമുണ്ട്, മാർജിനലൈസ് ചെയ്യപ്പെട്ട ആരോരുമില്ലാത്ത ആൾക്കാരെന്നുള്ള അർത്ഥവും ഇബ്നു സബീലിന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. അതിൻ്റെ കൂടെ വസ്സായിലീൻ, ചോദിച്ചു വരുന്നവർക്കും. അതായത് ചില ആൾക്കാർ, അത്യാവശ്യക്കാരായ ആൾക്കാർ ചോദിച്ചു വരും. സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ലിസ്സായിലി ഹഖ്ഖുൻ വ ഇൻ ജാ അലാ ഫർസുൻ. ചോദിച്ചു വരുന്നവൻ കുതിരപ്പുറത്താണെങ്കിൽ പോലും അവന് മറ്റുള്ളവരുടെ, അതായത് അധികാരം, ധനമുള്ളവരുടെ സ്വത്തിൽ അവകാശമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്. കുതിരപ്പുറത്താണെങ്കിൽ പോലും അവനും അവകാശമുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചു വരുന്നവർക്കും. വഫിർ റിഖാബ്, അടിമ സമ്പ്രദായം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്താണല്ലോ ഈ ആയത്ത് വരുന്നത്. അങ്ങനെ അടിമത്വത്തിൽ ജീവിച്ച, അല്ലെങ്കിൽ ശക്തമായ സാമ്പത്തികമായ കെണിയിൽ ജീവിക്കുന്ന, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുടെയും അവരെയും സഹായിക്കുക എന്നതാണ് ബിർറ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതിനുശേഷം ഇങ്ങനെ സാമൂഹ്യപരമായ ഇടപെടലുകളെ, സമ്പത്ത് ഉപയോഗിക്കുന്ന മേഖലയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം വീണ്ടും അള്ളാഹു പറയുന്നത് വ അഖാമ സ്വലാത്ത്, നമസ്കാരം നിർവഹിക്കുക, വ ആത സക്കാത്ത്, സക്കാത്ത് നൽകുക. നേരത്തെ പറഞ്ഞത് സക്കാത്ത് നൽകുന്നതിൽ പെടുന്നതല്ല, അതല്ലാത്ത വകതിരിവ് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ നമസ്കാരം നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും വൽ മൂഫൂന ബിഅഹ്ദിഹിം ഇദാ അഹദു, കരാർ ചെയ്താൽ ആ കരാർ പൂർത്തീകരിക്കുകയും ചെയ്യുന്നവർ, അതാണ് പുണ്യം. വസ്സാബിരീന ഫിൽ ബഅ്സായി വദ്ദറായി വഹീനൽ ബഅസ്, അതുപോലെ തന്നെ ശക്തമായ സാമ്പത്തികമായ ഞെരുക്കമുണ്ടാകുമ്പോൾ അതിൽ ക്ഷമിക്കുകയും സന്തോഷത്തിൽ ഉണ്ടാകുമ്പോഴും അതിലും ക്ഷമയും അവലംബിക്കുകയും ചെയ്യുന്നവർ. അതുപോലെ തന്നെ വഹീനൽ ബഅസ്, എന്തെങ്കിലും യുദ്ധക്കെടുതികൾ ഉണ്ടാകുമ്പോൾ അതിൽ സ്ഥൈര്യം പാലിക്കുകയും ചെയ്യുന്നവർ. അങ്ങനെയുള്ളവരുടെയാണ്, അവരുടെ പക്കലാണ് പുണ്യമുള്ളത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉലൈകൽ ലദീന സദഖൂ, അവരാണ് സത്യപ്പെടുത്തിയവർ, അവരാണ് ഈമാൻ എന്നതിനെ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിച്ചവർ, സത്യപ്പെടുത്തിയവർ.
വ ഉലായിക ഹുമുൽ മുഖറബൂൻ വ ഉലായിക ഹുൽ മുത്തഖൂൻ, അവരാണ് മുത്തഖീകളായ ആൾക്കാർ. അപ്പോൾ ഇവിടെ ഈ ആയത്തിലൂടെ സൂറ ബഖറയിലെ 177 ആയത്താണ്. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് പുണ്യം എന്നത് ഏതെങ്കിലും ഇബാദത്തുകൾ മുഴുകി ജീവിക്കുന്നതിനെ അല്ല. സാധാരണ നമ്മൾ ചില ആൾക്കാരെ പുണ്യവാളന്മാരെന്ന് പറയാറുണ്ട്. അവർ വലിയ ഇബാദത്തുകളും പള്ളിയിലും അടയിക്കൂടെയും തസ്ബീഹിലും എപ്പോൾ കണ്ടാലും തസ്ബീഹും ആ ഒരു വേഷഭൂഷാദികളിൽ ജീവിക്കുന്ന ആൾക്കാരെ പുണ്യവാളൻ എന്ന് പറയാറുണ്ട്. പക്ഷെ ഖുർആൻ പുണ്യവാളൻ എന്ന് പറയുന്നത് അവരെ അല്ല. അതായത് ഈമാൻ ഉണ്ടാവുക, ഇസ്ലാമും ഉണ്ടാവുക, സാമൂഹിക കാര്യങ്ങൾ ബോധമുണ്ടാവുക, സഹജീവികളോട് സ്നേഹമുണ്ടാവുക, കാരുണ്യമുണ്ടാവുക, ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിനെയാണ്, അങ്ങനെയുള്ള കാര്യത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബിർറ്, പുണ്യമെന്ന് പരിചയപ്പെടുന്നത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. പുണ്യം കിട്ടുന്നത് ആർക്കാണ്? സ്വന്തമായി നമ്മുടെ കയ്യിലുള്ള ധനത്തോട് നമുക്ക് തന്നെ ആഗ്രഹമുണ്ടായിട്ടും ഇഷ്ടമുണ്ടായിട്ടും അതിൽ നിന്ന് ചെലവഴിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് ബിർറ് ലഭിക്കുകയില്ല എന്ന് അള്ളാഹു പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഫയുതഇമൂന ത്വഅമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വ യതീമൻ വ അസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇൻസാൻ പറയുന്നുണ്ട്, വിശ്വാസികളുടെ ഒരു ഗുണമെന്ന് പറയുന്നത് കയ്യിൽ ഭക്ഷണം ഉണ്ടായിരിക്കെ, ആ ഭക്ഷണം എനിക്ക് ആവശ്യമുണ്ടായിരിക്കെ എൻ്റെ മുമ്പിലേക്ക് വരുന്ന പാവപ്പെട്ടവർക്ക്, തടവുപുള്ളികൾക്ക്, യത്തീമുകൾക്ക് അതെടുത്ത് കൊടുക്കുന്നവരാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. എന്നിട്ട് ആരെങ്കിലും തിരിച്ചു നിന്ന് കൊടുക്കുമ്പോൾ എനിക്ക് യാതൊരു പ്രതിഫലവും വേണ്ട, ഒരു ശുക്റും വേണ്ട, കാരണം ഞാൻ പടച്ചവൻ്റെ റിളയ്ക്ക് വേണ്ടി ചെയ്തവരാണ് എന്ന് മറുപടി പറയുന്നവരാണ് വിശ്വാസികളെന്ന് സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ ബിർറ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോഴാണ്. അതിൽ ഈമാനില്ലാത്ത അമല് സാലിഹ് ഇല്ല. ഒരു അമല് അത് സ്വാലിഹാവണമെങ്കിൽ അള്ളാഹുള്ള വിശ്വാസം വേണം, അള്ളാഹ് പറഞ്ഞതുപോലെ ആവണം, അള്ളാഹുവിനെ തൃപ്തി കാംക്ഷിച്ചു കൊണ്ടുള്ളതാവണം. അപ്പോഴാണ് ആ പ്രവർത്തനം ബിർറാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അതഅ്മുറുന നാസ ബിൽ ബിർറി വ തൻസൗന അൻഫുസക്കും. നിങ്ങൾ നിങ്ങളുടെ കാര്യം മറന്നുപോവുക, നാട്ടുകാരോട് നിങ്ങൾ നല്ലത് പ്രവർത്തിക്കണം, പുണ്യം പ്രവർത്തിക്കണമെന്ന് പറയുകയും ചെയ്യുക എന്നതിന് അള്ളാഹു വാണിംഗ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാവുക, എന്നിട്ട് നാട്ടുകാരോട് നല്ലത് ചെയ്യണമെന്ന് കൽപ്പിക്കുകയും ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബിർറ് എന്നതിനെ പൊതു നന്മയായി പരിചയപ്പെടുന്നത് കാണാം. അത് മതവ്യത്യാസമില്ലാതെ, ആശയവ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖലയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, താവനു അലൽ ബിർരി വ തഖ്വ വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, പൊതു നന്മയിൽ എല്ലാവരോടും നിങ്ങൾ സഹകരിക്കുക, അള്ളാഹുവിൻ്റെ ഭയഭക്തിയുടെയും സൂക്ഷ്മതയുടെ കാര്യത്തിലും സഹകരിക്കുക. വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പക്ഷേ കുറ്റങ്ങളുടെയും ശത്രുതയുടെയും കാര്യത്തിൽ ഒരാളോടും ആരോടും ഒരു തരത്തിലുള്ള സഹകരണം പാടില്ല എന്നുള്ള പറയുന്നുണ്ട്. അപ്പോൾ പുണ്യം എന്നത് ശത്രുതയില്ലാത്ത, പാപങ്ങൾ ഉണ്ടാക്കാത്ത, വൈരാഗ്യങ്ങൾ ഉണ്ടാക്കാത്ത, സഹവർത്തിത്വം ഉണ്ടാക്കുന്ന, സ്നേഹമുണ്ടാക്കുന്ന, കാരുണ്യമുണ്ടാക്കുന്ന എന്ന കാര്യമാണ് പുണ്യം. ആ പുണ്യത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്. ആ പുണ്യം പലപ്പോഴും നമ്മുടെ ജീവിതം ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാറുണ്ട്, എൻ്റെ ജീവിതം എനിക്കുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുന്നവനിൽ നിന്ന് പുണ്യം ഉണ്ടാവുകയില്ല. എൻ്റെ സമ്പത്ത് എനിക്കുള്ളതാണ് എന്ന് ചിന്തിക്കുന്നവനിൽ നിന്ന് പുണ്യം ഉണ്ടാവുകയില്ല. എൻ്റെ സമയമാണ്, എനിക്ക് ആവശ്യമുള്ള പോലെ ഞാൻ ചെലവഴിക്കുമെന്ന ചിന്തയിൽ നിന്ന് പുണ്യം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് ചെലവഴിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് പുണ്യം ലഭിക്കുകയില്ല എന്ന് പറഞ്ഞത്. ഇവിടെ ഇത് പറയാൻ കാരണം, നമ്മൾ റമദാൻ മാസത്തിലാണ്. നമ്മൾ പുണ്യങ്ങളുടെ പൂക്കാലം എന്നൊക്കെ റമദാൻ മാസത്തെ എടുത്ത് പറയാറുണ്ട്. നമ്മൾ ചടങ്ങുകളായി നോമ്പ് നമസ്കാരവും ഇതുപോലുള്ള ക്ലാസ്സുകളും മറ്റും മാറുന്നതിന് പകരം അതിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുപിടിക്കുകയും അത് നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ ഇടപെടലുകളിലും അത് വ്യക്തമാവുകയും വേണം. അപ്പോൾ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞതുപോലെ ബിർറ് പുണ്യമായി മാറുകയുള്ളൂ. ആ തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ശുദ്ധീകരിക്കാനും പ്രവർത്തനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ റിള മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.